പൂർവികരായ ആളുകളുടെ വാലിന്മേൽ തൂങ്ങിക്കൊണ്ട് തന്നെയാണ് ജീവിക്കേണ്ടത് എന്നതിന്റെ വ്യക്തമായ പാഠമാണ് ആ മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിഹ സൂറത്തിൽ ഏകനായി നിസ്കരിക്കുന്ന അവസരത്തിൽ പോലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന നൂന് വെച്ചിട്ടുള്ളത്. നാം മനസ്സിലാക്കണം, ഒരാളെയും നമുക്ക് കൈയൊഴിക്കാൻ പറ്റില്ല. എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമേ നടക്കുകയുള്ളൂ. അവർ പോട്ടെ, ഞാൻ എന്റെ കാര്യം നോക്കട്ടെ, അങ്ങനെയുള്ള ഒരു ഇസ്ലാം ഇല്ലേ ഇല്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന നൂന്, ആ നൂന് വരാൻ ഇടവരുത്തിയ കാരണം മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരു മനുഷ്യൻ പടച്ച തമ്പുരാനോട് പറയുകയാണ്, ഒറ്റക്കാ നിസ്കരിക്കുന്ന കൂട്ടിക്കോ, രോഗിയായതുകൊണ്ട് ജമാഅത്തിന് പോകുന്നില്ല, വീട്ടിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒറ്റക്കാണ്, ആരാണ് അവിടെ കൂടെയുള്ളത്? ആരുമില്ല, ഒറ്റക്കാണ് നിസ്കരിക്കുന്നത്. പക്ഷേ അയാൾ എങ്ങനെ ഓതണം? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, തമ്പുരാനെ ഇതാ ഞാൻ നിനക്ക് ആരാധിക്കുന്നു. അപ്പൊ ആ ഇയ്യാക അഅ്ബുദു എന്നാണ്, ഹംസയാണ് ഉപയോഗിക്കേണ്ടത്. വ ഇയ്യാക അസ്തഈൻ, തമ്പുരാനെ നിന്നോട് ഞാനിതാ സഹായം അഭ്യർത്ഥിക്കുന്നു. സ്വന്തമായ ശക്തിയുള്ള ഒരു ശക്തി എന്ന നിലക്ക് നിന്നോട് മാത്രമേ എനിക്ക് സഹായം ചോദിക്കാനുള്ളൂ. നീ കൊടുത്ത സഹായം കൊണ്ട് സഹായിക്കുന്ന മറ്റൊരുപാട് ആളുകളുണ്ട്. പക്ഷേ അവരാരും സ്വമതായ ഒരു സഹായകരല്ല. സ്വമതി എന്ന മേൽവിലാസത്തോടുള്ള സഹായകൻ നീയാണ്. ഞാൻ നിന്നോട് ആ സഹായം ചെയ്യും. പക്ഷേ ഇങ്ങനെ നിസ്കരിക്കാൻ പാടില്ല. ഇയ്യാക നഅ്ബുദു എന്ന് തന്നെ പറയണം. കാരണം എന്താണ്? കൂടെ ആളില്ലായിരുന്നിട്ടും ഈ നൂൻ ഉപയോഗിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ മനുഷ്യൻ മറ്റുള്ള മനുഷ്യന്മാരുടെ ചുളുവിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അയാൾ ഇങ്ങനെ വിലപിക്കുന്നു, അല്ലാഹുവിനോട്, തമ്പുരാനെ എനിക്കറിയാം ഞാൻ ഈ സമർപ്പിക്കുന്ന ആരാധന എന്ന് പറയുന്നത് കൊള്ളരുതാത്തൊരു മുതലാണ്. അതിന്റെ ഷർത്തും ഫർളും, അതിന്റെ ഹയ്യാത്ത് സുന്നത്തും അബ്യാദ് സുന്നത്തും, അതിന്റെ വഖാറും സക്കീനത്തും ഖുശൂഉം തവാദും ഒന്നും പോരാ എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. എന്തോ ഒരു വൃത്തികെട്ട ഒരു ഇബാദത്ത്, ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു മുതല്, അതാണ് ഞാൻ തളികയിലാക്കി നിന്റെ മുമ്പിലേക്ക് വെക്കുന്നത്. എന്തുകൊണ്ടും നിനക്കത് എന്റെ മുഖത്തേക്ക് വലിച്ചെറിയാം. സ്ഥിതി അതാണ്. പക്ഷേ നല്ലവരായ ഒരുപാട് മനുഷ്യന്മാരെ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ടല്ലോ, ഈ വർത്തമാന സമയത്ത് ചെയ്യുന്നുണ്ടല്ലോ, കഴിഞ്ഞ കാലത്തും ചെയ്തിട്ടുണ്ടല്ലോ. അവരൊക്കെയും ചെയ്ത ഇബാദത്തിന്റെ മോഡലും സൈസുമാണല്ലോ ഇത്. റുകൂഅ്, സുജൂദ്, മോഡൽ ആയതുകൊണ്ട് എന്റേത് കൊള്ളരുതാത്തതാണ് എങ്കിലും ആ നല്ലവരുടെ സുളുവിൽ, ആ ലിസ്റ്റിൽ ഇതും കൂടി ഒന്ന് അങ്ങ് ഏറ്റെടുക്കണേ തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇടിച്ചു കയറാനുള്ള ശ്രമമാണ് ഇയ്യാക നഅ്ബുദുലെ നൂന് വയ്യാക നസ്തഈനിലെ നൂന് എന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചു തരികയാണ്. സുഹൃത്തുക്കളെ, എവിടെന്നാ നമ്മുടെ തുടക്കം? ഫാത്തിഹയിൽ നിന്നാണ്. ഒരു മദ്രസയിലേക്ക് കയറിയാൽ ഫാത്തിഹയാണ് ആദ്യമായി പഠിപ്പിക്കുന്നത്. നോക്കുക, കുട്ടിയെ കൊണ്ട് ആദ്യമായി ബിസ്മി ചൊല്ലിപ്പിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ ഫാത്തിഹ പഠിപ്പിക്കുന്നു. മദ്രസ തുടങ്ങുന്നത് ഫാത്തിഹയിലൂടെയാണ്. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഫാത്തിഹ മുന്നിൽ വെക്കുന്നു. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഫാത്തിഹയാണ് വിളിക്കുന്നത്. എന്നാൽ എല്ലാ മേഖലയിലും കടന്നു വരുന്ന ഈ ഫാത്തിഹയിൽ പറയുന്നത് ഈ സുളുവിലൂടെയുള്ള കയറ്റമാണ്, മറ്റുള്ളവരുടെ കൂട്ടത്തിലൂടെ കയറാനുള്ള ശ്രമമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും, മറ്റാരും വേണ്ടതില്ല എന്ന ചിന്താഗതി, അത് സാക്ഷാൽ നർജിദിയൻ ചിന്താഗതിയാണ്. അത് തവാളുവിന്റെ ചിന്താഗതിയല്ല, സ്വർഗത്തിലേക്ക് രക്ഷപ്പെടാനുള്ള മാർഗവുമല്ല എന്ന് മനസ്സിലാക്കി ഈ ഒരു പൂർവികർ ജീവിച്ച ആ താഴ്മയുടെയും വിനയത്തിന്റെയും ശൈലിയിൽ തന്നെ ഒതുങ്ങി നിൽക്കണമെന്ന് എന്നോടും നിങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് അവസരങ്ങൾ നൽകുമാറാവട്ടെ, ഇനിയും അവസരങ്ങൾ നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.